ഇത് കണ്ടാൽ തൊലി കറുത്ത് പഴുത്ത ഏത്തപ്പഴമാണെന്നേ തോന്നുള്ളൂ. എന്നാൽ ഇത് ഏത്തപ്പഴം പഴുത്തതൊന്നുമല്ല. ഇത് നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് കിട്ടുന്ന സ്മോക്ക്ഡ് ഫിഷാണ്. ഇത് വിറക് പോലെ ഇരിക്കും, നല്ല കല്ലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കുതിർത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്താലും അതുപോലെ തേങ്ങ ഒതുക്കിയൊക്കെ എടുത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും. തോരൻ വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം. ഒരു പാത്രത്തിൽ നല്ല മുങ്ങിക്കിടക്കോളം മുക്കി വെള്ളത്തിലിടുക. എന്നിട്ടൊരു 4-5 മണിക്കൂറിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. പുറം ഭാഗം പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ ഉതിർത്തിയെടുക്കാൻ പറ്റും. ഉള്ളിലെ ഭാഗം കുറച്ച് ഹാർഡായിരിക്കും, അത് നമുക്ക് കത്തി ഉപയോഗിച്ച് ചീവിയെടുക്കാം. അതിനുശേഷം അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പീര പോലെ ആക്കി എടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത് സ്മോക്ക്ഡ് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇത് ടൂണ ഫിഷ് ഉണക്കിയതാണ് കേട്ടോ. ഇത് നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് വരുന്നവരുടെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു ഐറ്റമാണിത്. അത് വെച്ചാണ് ഞാനിപ്പോൾ ഈ സ്മോക്ക്ഡ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നല്ല ക്രിസ്പി ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ക്രിസ്പി ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേരുവയുടെ ആവശ്യമേ ഉള്ളൂ. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകും ചേർക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ആദ്യം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴാണ് ഇഞ്ചി ചേർക്കേണ്ടത്. ഇനി ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ചൂടാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. സവാള കുറച്ച് വലുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത സ്മോക്ക്ഡ് ഫിഷ് പച്ച സവാള കൂട്ടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് പച്ച സവാള ചേർത്ത് കഴിച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. സ്മോക്ക്ഡ് ഫിഷിന് അധികം ഉപ്പൊന്നും ഉണ്ടാവില്ല, പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്നത് കൊണ്ട് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അവസാനം കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി പകരമായി ചേർക്കുകയാണെങ്കിൽ ഈ ഫ്രൈ ചെയ്ത സ്മോക്ക്ഡ് ഫിഷ് നല്ല റെഡ് കളറിലിരിക്കും. ഞാൻ ചില്ലി ഫ്ലേക്സ് തന്നെയാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ അവസാനമായിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്ക്ഡ് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും രാവിലെ കഞ്ഞി കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ല ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സ്മോക്ക്ഡ് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ കിട്ടുവാണെങ്കിൽ വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്കിത് വെച്ച് തോരനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ തേങ്ങ അരച്ച് കറി പോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണിത്. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.